എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്ന് ഒരു മുരിങ്ങപ്പൂ തോരൻ്റെ റെസിപ്പിയാണേ. മുരിങ്ങപ്പൂ തോരൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സ്പെഷ്യൽ മസാലയിൽ തയ്യാറാക്കിയൊരു മുരിങ്ങപ്പൂ തോരനാണ്. എല്ലാവരും ഈ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കണം. ഞങ്ങൾക്ക് കുറച്ച് മുരിങ്ങപ്പൂ ഈ ഇടയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുരിങ്ങപ്പൂ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെയൊക്കെ പക്ഷെ നല്ലതായിട്ട് കിട്ടും. ഞങ്ങൾ അത് കൊണ്ടുവന്ന് മുരിങ്ങപ്പൂ കിട്ടിയാൽ നമുക്കിനിയും ചെയ്യേണ്ടത് മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക. കാരണം ഒരുപാട് പ്രാണികൾ ഇതിനകത്ത് കാണും. അതുകൊണ്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷമേ തോരൻ തയ്യാറാക്കാൻ തുടങ്ങാവൂ. ഞാൻ കഴുകി വൃത്തിയാക്കി ആ വെള്ളമൊക്കെ കളയാൻ വേണ്ടി ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ സമയം കൊണ്ട് അടുപ്പത്തേക്ക് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ കുറച്ചേറെ മുരിങ്ങപ്പൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും മസാലക്കൂട്ട് എടുത്തിരിക്കുന്നത്. കുറച്ചേ ഉള്ളെങ്കിൽ ഇതിൽ കുറവ് മാത്രമേ എടുക്കാവൂ. ഉഴുന്നിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 10 കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടിന് പകരം കപ്പലണ്ടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകം, 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വറ്റൽമുളകും. ഇത്രയും കൂടി ഇട്ട് നമുക്ക് കളർ നല്ലതായിട്ടൊന്ന് മാറി വരുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ്. ഇനി അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ചു. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചു. അതിനോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം ഉഴുന്നും കുറച്ച് കറിവേപ്പിലയും ഇത്രയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഉഴുന്നിൻ്റെ കളറൊന്ന് മാറുന്നിടം വരെ ഫ്രൈ ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 10-20 കൊച്ചുള്ളി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉള്ളിയുടെ കളർ നല്ലതായിട്ട് മാറി വരുമ്പോൾ ഈ സമയത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ച മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാൻ പക്ഷേ അത് അന്നേരം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അത് കഴിഞ്ഞ ശേഷം മാത്രമേ മുരിങ്ങപ്പൂ ചേർത്ത് കൊടുക്കാവൂ. കാരണം ആ മസാല പൗഡർ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് മുരിങ്ങപ്പൂവിൽ അത് പിടിച്ച് കിട്ടുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം ഒന്ന് കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിപ്പോൾ മുരിങ്ങപ്പൂ എല്ലാം ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് അടച്ചു വെച്ച് വേവിക്കരുത് കേട്ടോ. നല്ലതായിട്ട് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറു തീയിൽ വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇടയ്ക്കൊന്ന് മുട്ടയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇടയ്ക്കൊന്ന് എടുത്ത് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി. ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് കുഴഞ്ഞു പോകത്തില്ലേ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മുരിങ്ങപ്പൂവല്ലേ, അത് പെട്ടെന്ന് കുഴഞ്ഞു പോകും. ഇപ്പോൾ മുട്ടയൊക്കെ വെന്ത് നന്നായിട്ട് ഞാൻ അതിനകത്തിട്ടൊന്ന് ചിക്കി എടുക്കുകയാണ്. ഉപ്പിച്ചിരി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുരിങ്ങപ്പൂവൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം കുറേയേറെ മുരിങ്ങപ്പൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുരിങ്ങപ്പൂ എന്തുമാത്രം ഉണ്ടോ അതിനനുസരിച്ച് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് തീ ഓഫ് ചെയ്ത ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുരിങ്ങപ്പൂ തോരനാണേ. അതിൻ്റെ കൂടെ ഞാനൊരു ചമ്മന്തിയും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചമ്മന്തി ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഒരു മുരിങ്ങപ്പൂ തോരൻ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.